ഇന്നത്തെ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സിലെ കുറച്ച് ഭാഗങ്ങളാണ് പറയുന്നത്. ആദ്യമായിട്ട് എസ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിക്ഷേപിച്ചത് 2024 ജനുവരി 1 പിന്നെ വിക്ഷേപണ വാഹനം PSLV C-58 ആണ്. PSLVയുടെ 60ാമത്തെ ദൗത്യമാണിത്. തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ഈ ഒരു സാറ്റലൈറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നെ തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപകരണമാക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. പിന്നെ ഈ മിഷനൊപ്പം പൂജപ്പുര LPS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച വിസാറ്റും വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. കാലാവസ്ഥ നിരീക്ഷണം, വാർത്താവിനിമയം, ടെലിവിഷൻ സംപ്രേഷണം തുടങ്ങിയ വിവിധ ലക്ഷ്യങ്ങൾക്കായി വിക്ഷേപിച്ച ഇൻസാറ്റ് ശ്രേണിയിലെ പുതിയ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. പിന്നെ ഇൻസാറ്റ് എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റമാണ്. വിക്ഷേപണം 2024 ഫെബ്രുവരി 17 വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിലാണ്. പിന്നെ വിക്ഷേപണ വാഹനം GSLV F-14 പിന്നെ GSLVൻ്റെ ഫുൾ ഫോമാണ് ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ്. ഇത് ഭൂസ്ഥിര ഉപഗ്രഹമാണ്. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു ഉപഗ്രഹമാണ് ഇൻസാറ്റ് എന്ന് പറയുന്നത്. സൗരസ്ഥിര ഉപഗ്രഹം ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന ഒരു ഉപഗ്രഹമാണിത്. അത്രയാണ് ഈ ഒരു പേജിലെ ഇൻഫോർമേഷൻ. ഇനി അടുത്തതാണ് നോക്കുന്നത്. ആദിത്യ L1 ആണ്. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമാണ് ആദിത്യ L1. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 വിക്ഷേപണ വാഹനം PSLV C-57 പിന്നെ ഇതിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയാണ്. മിഷൻ ഡയറക്ടർ SR ബിജു ആണ്. പിന്നെ ഈ പദ്ധതിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ പദ്ധതി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓൺബോർഡ് പ്രൊപ്പോഷണൽ എന്ന പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് പുറത്തേക്ക് പേടകം എത്തുന്നത്. പിന്നെ ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗരഭൗമ ലഗ്രാഞ്ചിയൻ പോയിന്റിന് ചുറ്റുമുള്ള ഒരു ഹലോ ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് 2024 ജനുവരി 6 2024 ജൂലൈ 2 ആദിത്യ L1 ഹലോ ഓർബിറ്റലിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. 178 ദിവസം എടുത്താണ് ആദിത്യ L1 ഹലോ ഓർബിറ്റലിലെ ആദ്യ സഞ്ചാരം പൂർത്തിയാക്കിയത്. ഇനി അടുത്ത ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് 7 പെലോഡുകൾ എന്ന് പറഞ്ഞിട്ട് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണൽ